എനിക്കിതിലൊരു സ്പെഷ്യൽ ഇതുണ്ട്. അതായത് ടെക്സ്റ്റൈൽ സെക്ടർ ഞാൻ പണ്ട് ക്ലോസ്ലി വാച്ച് ചെയ്ത സെക്ടർ. അതിൽ ചൈനയ്ക്ക് ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു കുറച്ച് കാലം മുതൽ. അത് വിട്ടുവരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യുന്നത് കൂടുതലും ബംഗ്ലാദേശാണ്. പക്ഷെ അവിടെ ഇഷ്യൂസ് വന്നത് തുടങ്ങി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ എന്താ പറയുക, കുറേ ബിസിനസ് ഇന്ത്യേനെയാണ് ഈ കപ്പാസിറ്റി എന്താ പറയുക ഫുള്ളി അബ്സോർബ് ചെയ്യാനുള്ളൊരു ഒരു ഈക്കോ സിസ്റ്റം ഉള്ളതായിട്ട് കാണുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ചൈനയുടെ ആ ഒരു അഡ്വാൻസ്ഡ് ഈക്കോ സിസ്റ്റത്തിലേക്ക് എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കിൽ സെറ്റ് വേണ്ട ഫാബ്രിക്കിൽ എന്ന് എനിക്ക് തോന്നുന്നു. അതങ്ങനെയാണോ? അതിൽ വേറെ എന്തെങ്കിലും കൗണ്ടർ ആർഗ്യുമെൻ്റ് ഉണ്ടോ? ടെക്സ്റ്റൈൽ സെക്ടർ, ഹോം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, ചൈനയുടെ ഇമ്പാക്റ്റ് അതിൽ ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു MNC പെർസ്പെക്റ്റീവ് എടുക്കുകയാണെങ്കിൽ ഞാൻ വായിച്ചതനുസരിച്ച് ഇന്ത്യ എന്നുള്ള സെപ്പറേറ്റ് ആയിട്ട് കാണുന്നില്ല. ഒരു ചൈന +1 സ്ട്രാറ്റജി എന്നാണ് ഇപ്പോൾ കാണുന്നത്. ഈ +1 ആരാണെന്നുള്ളതാണ് ഇപ്പോൾ കോമ്പറ്റീഷൻ. +1 അവിടെ തൈവാൻ ഉണ്ട്, അവിടെ മെക്സിക്കോ ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, പല കൺട്രീസും ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ +1 ആയി കഴിഞ്ഞിട്ട് മാത്രമേ ചൈനയായിട്ട് ഫുൾ കമ്പീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടാമതായിട്ട് വേറൊരു കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഡയറക്റ്റായിട്ട് ചൈനയുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് കുറച്ച് ഈസ് ഓഫ് ബിസിനസ് ഇൻക്രീസ് ചെയ്യാനുണ്ട്. അപ്പോൾ ചൈനയുടെ ഒക്കെ എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ സിംഗപ്പൂർ എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ബിസിനസ്സൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈസ് ഓഫ് ബിസിനസിൻ്റെ കാര്യത്തിലും ഈ ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ജൻ വിശ്വാസ് ബിൽ 2 ഡീക്രിമിനലൈസ് ചെയ്യുന്നുണ്ട് കുറേ പ്രൊവിഷൻസ്. അതുപോലെ തന്നെ ഹൈ ലെവൽ കമ്മിറ്റി വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം കുറച്ച് റെഗുലേഷൻസ് എളുപ്പമാക്കാൻ വേണ്ടി. അതുപോലെ പല കാര്യങ്ങളും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഈസ് ഓഫ് ബിസിനസ്സും ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ടാക്സ് ബെനിഫിറ്റ്സും ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി റിഡക്ഷനും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു ഓവറോൾ നമുക്ക് കമ്പീറ്റ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടായി തരുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓവറോൾ ഒരു ഗ്രോത്ത് ഉണ്ടാകും. ഷുവർ. നമ്മളിപ്പം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ടാക്സ്. ആൾക്കാരുടെ കയ്യിലേക്ക് പൈസ വരുന്നതിനാണ് സാറ് പറഞ്ഞ പോലെ വിലയുള്ളൂ. അതാണ് ചിലവാക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് വരാൻ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എക്കണോമിയിൽ വരാനുള്ള സമയം ഇതെടുക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഇപ്രാവശ്യം ഏറ്റവും എനിക്കൊന്ന് ബാക്കിയുള്ള സ്കീംസിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ എക്ലിപ്സ് വന്ന കാര്യം എന്ന് വെച്ചാൽ ടാക്സ് തന്നെയാണ്. 12 ലക്ഷം വരെ ടാക്സ് കൊടുക്കണ്ട എന്നുള്ള ഒരു ഇതാണ്. എന്ന് വെച്ചാൽ ടാക്സ് ഫയൽ ചെയ്യേണ്ടെന്നല്ല, ടാക്സ് ഫയൽ ചെയ്യണം, പക്ഷേ 12 ലക്ഷം വരെ ടാക്സ് ഇല്ല. അപ്പം അതിനകത്തുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആ ടാക്സ് ഇല്ലാതെ ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു 10,000 രൂപ ടാക്സ് ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് അഡീഷണൽ EMI ആയിട്ട് പുതിയൊരു ഹൗസിംഗ് ലോൺ എടുക്കാം, അല്ലെങ്കിൽ ഉള്ള ഹൗസിൽ മോഡിഫിക്കേഷൻ വരുത്താം. അപ്പോൾ അങ്ങനെ ഒരു രീതി നോക്കുവാണെങ്കിൽ ഹൗസിംഗ് സെക്ടറിൽ ഇതൊരു വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആൾക്കാരുടെ കയ്യിൽ എക്സ്ട്രാ ഡിസ്പോസിബിൾ ഇൻകം വന്നു. ആ ഒരു ലെവലിൽ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. രണ്ടാമതായിട്ട് നോക്കുവാണെങ്കിൽ റെൻറ്റിൻ്റെ കാര്യത്തിൽ TDS റെൻ്റൽ ഇൻകത്തിൽ TDS 2.4 lakhs എന്ന് വെച്ചാൽ യൂഷ്വലി അതൊരു 20,000 റുപ്പീസാണ് അത് പെർ മന്ത് വരുന്നത്. 20,000 റുപ്പീസ് എന്ന് പറയുമ്പോൾ എറണാകുളത്ത് തന്നെ അത് ഈവൻ ഒരു മിഡിൽ ഇൻകം, അപ്പർ മിഡിൽ ഇൻകം കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് ആ ഒരു ലെവലിൽ. അപ്പോൾ അത് 6 lakhs ആക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു ബെനിഫിറ്റ് രണ്ടാമതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ലെവലിൽ നോക്കിയാൽ വളരെയധികം അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ സീനിയർ സിറ്റിസൺസിന് ടാക്സ് റെഡ്യൂസിബിൾ അത് 50,000 നിന്ന് 1 lakh ലിമിറ്റായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പല റിഡക്ഷൻസും സംഭവിച്ചിട്ടുണ്ട്. ഈ കുറേ അഡ്വാൻറ്റേജ് ആണ് ഞാൻ മെയിനായിട്ട് ഞാനിതിൽ മിസ്സായിട്ട് പോയിട്ടുള്ള. ഇതിൽ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഹോം പ്രോപ്പർട്ടീസ് ഒന്നിലധികം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു എന്താ പറയുക, സെൽഫ് ഓക്യുപ്പൈഡ് അല്ലാത്തൊരു കേസിൽ അതിലൊരു നോഷണൽ വാല്യൂ ടാക്സ് അടയ്ക്കണമായിരുന്നു. ഇപ്പോൾ അതെടുത്ത് മാറ്റി. അതായത് നേരത്തെ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം, ഫോർ എക്സാമ്പിൾ ഒക്യുപ്പേഷൻ ആയിട്ട് പുറത്ത് എവിടെയെങ്കിലും മാറി നിൽക്കുക, ഒരു വാടക വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ടാക്സ് അടയ്ക്കണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ. അല്ലാത്ത എന്ത് സിറ്റുവേഷനിലും ആ ഒരു പ്രോപ്പർട്ടിയിൽ, സെക്കൻഡ് പ്രോപ്പർട്ടിയിൽ ടാക്സ് അടയ്ക്കണമായിരുന്നു. ഇപ്പോൾ ഈ ഒരു റൂൾ എടുത്ത് കളഞ്ഞു. അതായത് അപ് ടു 2 homes ഇതിൽ നിന്നുള്ള ആനുവൽ വാല്യൂ നില്ലായിട്ട് കാണിക്കാം. നേരത്തെ അതിൽ വാടക ഇല്ലെങ്കിൽ പോലും അതിൽ നോഷണൽ വാല്യൂ വെച്ചിട്ട് അത് ഇൻകം ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു പരിമിതമായിട്ടുള്ളൊരു അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, കൂടുതൽ ഹോം ബയ്യിങ്ങിനെയും അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു അത്. അതിൽ എങ്ങനെയാണ്? സാർ പറഞ്ഞാൽ കറക്റ്റാണ്. ഇതിൻ്റെ കൂടുതൽ എനിക്കൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, ഈ പ്രാവശ്യം ഞാൻ പിന്നെ ട്രംപിൻ്റെ കാര്യം പറയുന്നുണ്ട്. ട്രംപിൻ്റെ ഒരു സിറ്റിസൺഷിപ്പ് റൈറ്റ് മാറ്റി. അപ്പോൾ അത് കാരണം പല NRIസിനും അവരുടെ തിങ്കിങ് പ്രോസസ്സ് തന്നെ ചിലപ്പോൾ മാറിയിരിക്കും. അപ്പോൾ ചിലർ അവിടെ സെറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ചെയ്തവർക്ക് ചിലപ്പം ഭയം പേടി കാരണം ചിലപ്പോൾ ഒരു അഡീഷണൽ ഹൗസ് ഇവിടെ വാങ്ങിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം നോക്കുവാണെങ്കിൽ ഈ ടാക്സ് ബെനിഫിറ്റ് അവരെയും ബെനിഫിറ്റ് ചെയ്യാനുള്ള അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നുണ്ട്. അല്ല, ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് ഓവറോൾ ഒരു ഡിക്കേഡ് കൈൻഡ് ഓഫ് ട്രെൻഡായിട്ടാണ് തോന്നുന്നത്. അതായത് കൂടുതൽ എല്ലാ രീതിയിലുള്ള പ്രോപ്പർട്ടി ബൈയിങ്, മോർ ഹോംസ്, ആ ഓവറോൾ റിയൽ എസ്റ്റേറ്റ് ആൻഡ് പ്രോപ്പർട്ടി എന്നുള്ള തീം
ഒരു എന്താ പറയുക നെക്സ്റ്റ് 20 ഇയേഴ്സിൽ ആസ് കൺട്രി ഏൺസ് മോർ ഈ പറയുന്ന ആൻഡ് ഇത്രയും ഹോംസ് ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും വീട് വേണം, വീട് അപ്ഗ്രേഡ് ചെയ്യണം, ആസ്പിറേഷൻസ് നല്ല രീതിയിൽ ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ അത് ഒരു മൾട്ടി ഡിക്കേഡ് ട്രെൻഡായിട്ടാണ് തോന്നുന്നത്. അതിലെനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ആഡൽ ആക്ച്വലി ക്വസ്റ്റ്യൻ ആണ്, കോളോയുടെ കസ്റ്റമർ ബേസ് ഇപ്പം അവർ ഏത് ബഡ്ജറ്റിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ, കോളോയിലെ കസ്റ്റമേഴ്സായിട്ട് നിരന്തരം സംസാരം നടക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഈ പറയുന്ന ടാക്സിലുള്ള ബെനിഫിറ്റ് അതെങ്ങനെ ബാധിക്കുന്നു മുന്നോട്ട് കാണുന്നത്? ഇനിയുള്ളൊരു ടാക്സിലുള്ള ബെനിഫിറ്റ് ഈ പറഞ്ഞ പോലെ ലൈക്ക് ആ ഒരു ഡിസ്പോസിബിൾ ഇൻകം കൂട്ടുവാണെങ്കിൽ ഇപ്പോൾ അവരുടെ നേച്ചർ ഓഫ് സ്പെൻഡ് സെയിം ആണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ then they getting more money to spend on home as an item. നേച്ചർ ഓഫ് സ്പെൻഡ് മാറുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അതായത് കൂടുതൽ ഡിസ്ക്രിഷണറി ടൈപ്പ് ഓഫ് പർച്ചേസസിലേക്ക് പോകുന്നുണ്ടോ, ഹോംസിന് എത്രയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, ആ ഒരു ബിഹേവിയർ ക്വസ്റ്റ്യനേ ഉള്ളൂ. അല്ലാതെ ഒബ്വിയസ്ലി കൂടുതൽ എബിലിറ്റി ടു സ്പെൻഡ്. പക്ഷേ ഇത് മാത്രം ഇതൊരു സ്മോൾ പെർസെൻറ്റേജ് ആയിരിക്കും ഓവറോൾ അവർ ഹോംസിൽ സ്പെൻഡ് ചെയ്യേണ്ടത്. ഹോംസിൽ ഒരാൾ ഒരു 10 times their ആനുവൽ ഇൻകം ഒക്കെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അതിലൊരു ചെറിയ പോർഷനായിട്ട് ഇത് കവർ ചെയ്യും. ഇല്ല, ഇത് മാത്രം എനിക്ക് തോന്നുന്നൊരു ഒരു ലാർജർ ബക്കറ്റിൽ ഒരു പ്രൂഫ് പോയിന്റ് ആയിട്ട് പറയാവുന്നേ ഉള്ളൂ. ഓവറോൾ ആൾക്കാർക്ക് അപ്ഗ്രേഡ്സ് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ലാർജ് സ്കെയിലിൽ പ്രോപ്പർട്ടി ബൈങ് അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ഇയർ I think there is a slowdown, but trend wise everybody is upgrading, spending more as they are earning more. അതാണ്. ഇല്ല, അതിനകത്ത് ഇതാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള മെറ്റീരിയലും ഈ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആവറേജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇപ്പോൾ ഇല്ല. എല്ലാവർക്കും പ്രീമിയം തന്നെ മതി. ഓക്കെ, പ്രീമിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ലക്ഷറിയാണ്. അത് ബഡ്ജറ്റഡ് ആയിട്ട് 10 ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്ന ആളാണെങ്കിലും മെറ്റീരിയൽ കോംപ്രമൈസ് ചെയ്യേണ്ട കേട്ടോ എന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു സോഷ്യൽ ഇതുപോലെ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇല്ലാത്ത ആളുകളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമേ നമ്മൾ ഈ ആവറേജ് പ്രോഡക്ട്സ്, അതായത് മോശം പ്രോഡക്റ്റ് എന്തായാലും ആരും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലേക്ക് ഒരു സാധനം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക, അപ്പോൾ ഒരു ആവറേജ് പ്രോഡക്റ്റ് വെച്ച് ചെയ്ത് കൊടുക്കുക. അല്ലാത്ത ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു അപ്പർ മിഡിൽ ഇൻകം ആളുകളുണ്ടല്ലോ, അവർക്കാണ് ഇതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആർക്കിടെക്റ്റിനെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു യുണീക്ക് സാധനം കിട്ടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷനിൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സാധനങ്ങൾ നമുക്കും, ഞാനൊരു കാര്യം അഡ്വൈസ് ചെയ്യുമ്പോൾ എനിക്കൊരു ആവറേജ് പ്രോഡക്റ്റ് അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനത് അഡ്വൈസ് ചെയ്തു എന്നുള്ളതുകൊണ്ട് അതിനെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വെണ്ടർ വിളിക്കുന്നതിനെക്കാട്ടിലും മുമ്പ് എന്നെ വിളിക്കുക, നിങ്ങൾ സജസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് പ്രശ്നമാണ് കേട്ടോ എന്ന്, അല്ലേ? അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അതായത് ആ വെണ്ടർ കൂടെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ പ്രീമിയം പ്രോഡക്റ്റ്. കാരണം പ്രീമിയം എന്ന് പറയുന്നത് ആ വെണ്ടറിൻ്റെ സർവീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്ലൈവുഡ് 3000 രൂപയുടെ പ്ലൈവുഡ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് അഡ്രസ്സ് ഇല്ല. ഈ സെയിം പ്ലൈവുഡ് വിത്ത് 25 ഇയർ വാറണ്ടിയാണ് 3000 രൂപയും കൂടെ അധികം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 100 പ്ലൈവുഡ് എടുത്താൽ മേ ബി 10 പ്ലൈവുഡിന് പ്രശ്നം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടായിരിക്കും ആ ബിസിനസ് ഫീസിബിൾ ആയി എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമ്മുടെ നല്ലൊരു കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട്. ആ ഏണിങ് ഈ പറഞ്ഞ ടാക്സ് ലിമിറ്റ് ഒക്കെ കൂടിയതുകൊണ്ട് ഈ ഡിസ്പോസിബിൾ ക്യാഷ് അല്ലെങ്കിൽ ഇതെന്ന് പറയുന്ന സാധനം കുറച്ചുകൂടെ ലിക്വിഡിറ്റി കൂടുതൽ കൂടും, സ്പെൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ ധൈര്യം കാണിക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. അതാ ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളൊരു കൺസ്യൂമർ ലെവലിൽ ഇരുന്നിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഡീസലിന് ഒരു 5 രൂപ കുറയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത്. ഡീസൽ മറ്റേ എന്താ പറയുക, ഇതിൻ്റെ കമ്പനിക്കാരനോ അല്ലെങ്കിൽ ഡീസൽ കട നടത്തുന്ന ആൾ വിചാരിക്കുന്നത് ഓക്കെ 5 രൂപ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 5 രൂപ എനിക്ക് ലാഭിക്കുക എന്നുള്ളതല്ല ആലോചിക്കുന്നത്. ആ ലാഭം എൻഡ് യൂസറിലേക്ക് എത്തിക്കുക എന്നുള്ളത് കാണുന്നില്ലല്ലോ. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ ഇൻറ്റീരിയർ ഇൻഡസ്ട്രിയിൽ നടന്നതുപോലെയുള്ള ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒത്തിരി വെണ്ടേഴ്സ്, അതായത് ഇപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ എനിക്ക് ഷോപ്പിൽ പോകണ്ട, 10 എനിക്ക് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ 10 ആളെ എനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ വാട്സാപ്പിൽ എനിക്ക് കിട്ടും.
അപ്പോൾ അതിനകത്ത് അതായത് സെയിം പ്രൊഡക്റ്റ് സെയിം സർവീസ് സെയിം സാധനങ്ങൾ ആരാണോ 1 രൂപ കുറച്ചിരുന്നത് ഞാൻ അവരെടുത്ത് പോകും. ഓക്കെ, നേരത്തെ അങ്ങനെയല്ലല്ലോ, നേരത്തെ നമുക്ക് ആ ട്രാൻസ്പെറൻസി ഇല്ല. അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം വരുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇതിൽ കോമ്പറ്റീഷൻ വരണമെങ്കിൽ ഒത്തിരി ആളുകൾ ഇതിനകത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ആ ഇറങ്ങുന്ന ആളുകളൊക്കെ ഇതിൽ ലാഭം പ്രതീക്ഷിച്ചിട്ടാണ് ഇറങ്ങണത്. ഇറങ്ങിക്കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ എടുക്കുമെന്നുള്ളത്. അപ്പോൾ ആ സാധനം വരി തന്നെ വേണം. ആക്ച്വലി പൈസയുടെ ലാഭം സാറ് പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. പക്ഷേ ഈ ലാഭം എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ടച്ച് ചെയ്തുകൊണ്ട് മറ്റൊരു ഏരിയ കൂടി ഉണ്ട്, അതായത് ഹോം ലോൺസ്. എനിക്ക് തോന്നുന്നത് ആൾക്കാർ ഏറ്റവും കൂടുതൽ കേൾക്കാൻ കാത്തിരിക്കുന്ന രണ്ടാമത്തെ കാര്യം ഹോം ലോൺ ആയിരിക്കും, ഹോം ലോണിൻ്റെ ഇമ്പാക്റ്റ്. ഇപ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 7ാം തീയതി മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് അതിൻ്റെ ഒരു റേറ്റ് കൂട്ടുമോ, പോളിസി റേറ്റ് കൂട്ടുമോ, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമോ. ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇൻഫ്ലേഷൻ കുറഞ്ഞു നിൽക്കുവാണ്. പറയപ്പെടുന്നത് സെൻട്രൽ ബാങ്കിന് കുറച്ചുകൂടി ഗ്രോത്തിനെ സ്പെർ ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ ഉള്ളൊരു ചാൻസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ ബാങ്കിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ സാറിന് അറിയായിരിക്കും, ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ട് അറ്റ് ഹൈ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു ഡെക്കേഡിലെ ഹയസ്റ്റ് ലിക്വിഡിറ്റി സിനാരിയോ, കാസ റേഷ്യോയുടെ ഇമ്പാക്റ്റ്. അപ്പം ഈ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ഇൻ കേസ് ഒരു റേറ്റ് കട്ട് വന്നാൽ ഹോം ലോണിൽ അതിൻ്റെ ബെനിഫിറ്റ് ബാങ്ക്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വില്ലിങ് ആവുമോ ഇല്ലയോ, അതിനെ എങ്ങനെയായിരിക്കും കാണുക. അതായത് എനിക്ക് 2020 മുമ്പാണ് അത് MCLR റേറ്റ് ആയിരുന്നു. 2020 കഴിഞ്ഞപ്പോൾ തൊട്ട് ആ റിപ്പോ റേറ്റിലാണ് വന്നത്. റിപ്പോ റേറ്റ് കാര്യം ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ RBIയുടെ MPC മീറ്റിങ്ങിനകത്ത് റിപ്പോ റേറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. റിപ്പോ റേറ്റ് ഡിസൈഡ് ചെയ്ത് എന്തൊക്കെ ആ റേറ്റ് ഹോം ലോണായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പം യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഫുൾ റേറ്റ് ഇൻക്രീസോ ഡിക്രീസോ നമുക്ക് ഇങ്ങോട്ട് വരാറില്ല, ട്രാൻസ്ഫർ ചെയ്യാറില്ല. ഒരു ചെറിയ ചേഞ്ച് വരും, അത് ചിലപ്പോൾ ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റിയോ അങ്ങനെ. പക്ഷേ ഇറ്റ് ഈസ് ഫാർ ബെറ്റർ ദാൻ ഏർലിയർ, അങ്ങനെ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ 25 ബേസിസ് പോയിന്റ്സ് കുറയുമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ വിചാരിച്ച് നടന്നില്ല. ഈ പ്രാവശ്യം കൂടുതൽ സ്ട്രോങ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്നത് 25 ബേസിസ് പോയിന്റ് കുറയും. ഓവറോൾ ഒരു 1 ഇയറത്തേക്കൊരു മേ ബി 100 ബേസിസ് പോയിന്റ്. ബിക്കോസ് നമ്മൾ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ US ഫെഡറൽ റിസർവിൻ്റെ അതേ പാതയാണ് നമ്മൾ പിന്തുടരുന്നത്. അപ്പം അവരും ഒരു 75 to 100 ബേസിസ് പോയിന്റ്സ് റെഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇതും കുറയുമെന്നാണ് വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് 2 വശങ്ങളുണ്ട്, കൂടാനും കുറയ്ക്കാനും. എന്തായാലും കൂടത്തില്ല, ഒന്നുകിൽ കുറയും അല്ലെങ്കിൽ സെയിം ലെവലിൽ നിൽക്കും. അതിനകത്ത് സെയിം ലെവൽ ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഉള്ളത് ഫസ്റ്റ് വൺ ഗ്രോത്ത് റേറ്റ്. സാറ് പറഞ്ഞ പോലെ തന്നെ ഗ്രോത്ത് റേറ്റ് ഇപ്പോൾ ഒരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 6.4 ആണ്. നമ്മൾ 7 പ്രതീക്ഷിച്ചു, 6.4 ആണ്. രണ്ടാമത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ബഡ്ജറ്റ് വഴി ഫിസ്ക്കൽ ബെനിഫിറ്റ്സ് നമ്മൾ കൊടുത്തു. അപ്പോൾ അതിനൊരു സപ്പോർട്ടിംഗ് ആയിട്ട് ഈ മോണിറ്ററി ലെവലും കൂടെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഒരു കോംപ്ലിമെൻ്ററി ലെവലായിട്ട് ഗ്രോത്ത് ഉണ്ടാകും, ഗ്രോത്ത് സ്പർ ചെയ്യുമെന്ന രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു തിങ്കിങ് പ്രോസസ്സ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 25 ബേസിസ് പോയിന്റ്സ് ഡിക്രീസ് ചെയ്യണം. ഇതല്ല, രണ്ടാമത്തെ ലെവൽ നോക്കുവാണെങ്കിൽ ഫെഡറൽ റിസർവ് ആണെങ്കിൽ മിഡ് 2025 കുറയ്ക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളും മിഡ് 2025 കുറയ്ക്കത്തുള്ളൂ. അതല്ല, രണ്ടാമത് ഇപ്പം ആ ഒരു സ്റ്റാൻഡാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ചാൻസ് കൂടുതലുള്ളത് കുറയ്ക്കാൻ തന്നെയാണ്, 25 ബേസിസ് പോയിന്റ് കുറയ്ക്കാനുള്ളത്. എനിക്ക് മനസ്സിലായി ബാങ്കിൻ്റെ ഡിപ്പോസിറ്റ് റേഷ്യോ കുറവാണ്. ഇപ്പം നമ്മൾ റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഡിപ്പോസിറ്റ് പിന്നെയും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല, ഇപ്പം ലോൺസിൻ്റെ ലോൺസിൻ്റെ ഗ്രോത്ത് ആണ് കൂടുതൽ, ഡിപ്പോസിറ്റ്സിനേക്കാളും കൂടുതലുള്ള അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായത് ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് കൂടുതലും എങ്ങനെയാണ് ഗ്രോത്ത് കൂട്ടാമെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു പ്രോസസ്സുണ്ട്, ആ ഒരു തിങ്കിങ് പ്രോസസ്സ്. രണ്ടാമത് ഇപ്പം RBI ഗവർണർ, MPC പോളിസിയുടെ ചെയർ, ഇവർ രണ്ടുപേരും പുതിയ ആൾക്കാരാണ്. അപ്പം മേ ബി ഒരു പുതിയ തിങ്കിങ് പ്രോസസ്സ് തന്നെ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നോക്കിയാലും റേറ്റ് ഡിക്രീസ് ചെയ്യാനാണ് പ്രോബബിലിറ്റി കൂടുതൽ. പക്ഷെ നമുക്ക് ഉറപ്പ് വരാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഇതിപ്പം റേറ്റ് കൂട്ടിയില്ലെങ്കിൽ അടുത്ത ഒരു ചാൻസ് എന്നുള്ള റിപ്പോ റേറ്റ് കുറയ്ക്കുക, അതുവഴി ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യുക. അപ്പം അങ്ങനെ കുറച്ച് ഫണ്ട് വരുത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ 2 രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണെങ്കിലും വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള രീതിയിലാണ്. കാര്യം എപ്പോഴും ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ടായിരിക്കും അതിനകത്ത്. അപ്പം 25 ബേസിസ് പോയിന്റ് കുറയ്ക്കുകയാണെങ്കിൽ നല്ലത്, 50 ബേസിസ് പോയിന്റ് വേണമെങ്കിലും കുറയ്ക്കാം. പക്ഷെ 25 ബേസിസ് പോയിന്റ് കുറച്ചാലും ട്രാൻസ്ഫർ ബെനിഫിറ്റ് വന്നില്ല, കിട്ടാൻ ചാൻസ് കുറവാണ്. ഒരു സ്ലൈറ്റ് ഡിക്രീസ് വരാൻ, ട്രാൻസ്മിഷൻ്റെ ഇതായിട്ട് വരാൻ ചാൻസ് കുറവാണ് ഫുള്ളായിട്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന, വീട് വെക്കുന്ന ഒരു വീട്ടുടമസ്ഥനെ സംബന്ധിച്ച് നിരാശയ്ക്ക് വകയുണ്ടോ? കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ റുപ്പിയുടെ സിറ്റുവേഷൻ അറിയാം. റുപ്പി ഡിക്ലൈൻ ചെയ്യുവാണ്. റേറ്റ് താത്തിയാൽ അതിൻ്റെ ലിക്വിഡിറ്റി ഇഷ്യൂസ്, ഔട്ട്ഫ്ലോ വീണ്ടും ഫർദർ ഡിക്ലൈൻ. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ വരുമ്പോൾ അതിനെ എന്താ പറയുക,
എന്നാ റേറ്റിൻ്റെ കാര്യത്തിലൊരു പുനർചിന്ത വരാനുള്ള ചാൻസ് ഉണ്ടോ? NRI കസ്റ്റമറെ സംബന്ധിച്ചോളം അങ്ങനെ റേറ്റ് EMI റേറ്റിന് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ലോക്കൽ മിഡിൽ ഇൻകം അല്ലെങ്കിൽ ഒരു ലോവർ ലെവൽ കസ്റ്റമേഴ്സിന് മാത്രമേ അതിനകത്തൊരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഷുവർ. അപ്പം ഈ ലോണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു പ്രാക്ടിക്കൽ സെൻസിൽ എനിക്കത് മനസ്സിലാക്കാനാണ്, നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അതായത് റേറ്റ് കുറയുന്ന സമയത്ത് ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഹൗസിങ് ഇൻവെസ്റ്റ്മെൻറ്റിൽ അങ്ങനെ കാണാറുണ്ടോ? അല്ലെങ്കിൽ കൂടുന്ന സമയത്ത് ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ, അങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടോ? ഇല്ല. ഇത് ഭയങ്കര റിക്വയർമെൻ്റ് ഇല്ല നമുക്ക്. ഒരു സ്റ്റേജിൽ ഓരോ ഇൻഡിവിജ്വലിനും അവരവരുടെ കോണ്ടെക്സ്റ്റുകളുണ്ടാവും. പക്ഷേ വീട് വച്ചേ പറ്റൂ എന്നുള്ള ഒരു സാധനം ഉണ്ടാവും. പിന്നെ ഡ്രീം ഹോം എന്ന് പറഞ്ഞൊരു സാധനം എപ്പോഴും അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ വീട് വയ്ക്കുന്ന സ്ഥിതി വരുമ്പോഴേക്കും ഞാൻ മാക്സിമം നമ്മളടുത്ത് വരുന്ന ആളുകളുടെ അടുത്ത് ഞാൻ പറയാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീടിൻ്റെ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റയർ ബഡ്ജറ്റിൻ്റെ സപ്പോസ് ഒരു 12 months ആണ് ഒരു വീടിൻ്റെ പണി നടക്കുന്നതെന്ന് വിചാരിക്കൂ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ വർക്കാണ് ഏറ്റവും ഡ്യൂറേഷൻ എടുക്കുന്നത്. അതായത് അൺലെസ് അൺടിൽ നമ്മൾ സ്റ്റീൽ സ്ട്രക്ചറോ അല്ലെങ്കിൽ പ്രീഫാബ് ആയിട്ടുള്ള അല്ലാത്ത കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് നടക്കുന്നതെങ്കിൽ ഇതിനകത്തെ ഒരു മേജർ ടൈം എന്ന് പറയുന്നത് ഈ കൺസ്ട്രക്ഷൻ ഇതിലാണ് നടക്കുന്നത്. ആ സമയത്ത് യൂസർക്ക് അല്ലെങ്കിൽ ഓണർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട്, കുറേ ഗ്യാപ്പ് കിട്ടും. ആ എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ആവുന്നതിന് അവർക്ക് സമയം കിട്ടും. ഒരു സ്റ്റേജിന് 5 ലക്ഷം രൂപ, അടുത്ത സ്റ്റേജിന് 2 ലക്ഷം 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടോട്ടൽ ബഡ്ജറ്റ് നമ്മളൊരു 50 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ആ 50 ലക്ഷം രൂപയ്ക്കകത്തെ ഒരു 25 അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയും 50-50 ആണ്. ലക്ഷറിയസ് വീടല്ല ഞാൻ പറഞ്ഞ ഒരു പ്രീമിയം പ്രൊഡക്റ്റൊക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു വീടാണെങ്കിൽ 50% കൺസ്ട്രക്ഷനും 50% അതിൻ്റെ ഫിനിഷിങ്ങിനും എന്നാണ് ഞാൻ ഇപ്പോൾ നമ്മുടെ ഒരു സ്പ്ലിറ്റപ്പ് നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഈ 50% സ്പെൻഡ് ചെയ്യാൻ അവർക്ക് 8 മാസം കിട്ടും. ഓക്കെ, അവസാനത്തെ 50% സ്പെൻഡ് ആവുന്നത് 4 മാസം കൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ബേർഡൻ ഫീൽ ചെയ്തിരിക്കാം. കാരണം ബാങ്കിൽ നിന്ന് എപ്പോൾ പൈസ എടുക്കുന്നു അപ്പോൾ തൊട്ട് EMI അല്ല, അങ്ങനെ തന്നെയല്ലേ, ബാങ്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ EMI അടച്ചു തുടങ്ങണം. അപ്പോൾ ലോൺ പാസ്സാക്കിയിട്ട് കഴിഞ്ഞാലും ഞാൻ ഇവരുടെ അടുത്ത് പറയാറ്, സ്ട്രക്ചർ തീരുന്ന ആ സ്റ്റേജ് വരെ നിങ്ങൾ ലിക്വിഡ് മണി വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 4 മാസം കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ എമൗണ്ട് പമ്പ് ചെയ്യേണ്ടി വരും. കാരണം ഒരേ സമയം വയറ് മേടിക്കാനുണ്ടാവും, ഒരേ സമയം ടൈല് പർച്ചേസ് ചെയ്യാനുണ്ടാവും, ടോയ്ലറ്റിലേക്കുള്ള ഫിക്സ്ചേഴ്സ്, ഇൻറ്റീരിയറിലേക്കുള്ള സാധനങ്ങൾ, TV, ഫിനിഷസ്, ഡെക്കോസ്, ഇതെല്ലാം കൂടെ വാങ്ങിച്ച് ഈ 4 മാസം EMI അടയ്ക്കുന്ന സമയം കൊണ്ട് അവർക്ക് ആ വീട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ആ EMI ഒരു ബേർഡനായി നിൽക്കില്ല. മറ്റേതെന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ വീടിൻ്റെ പണി എവിടെ എത്തിയിട്ടുണ്ടാവില്ല, തറപ്പണി കഴിഞ്ഞ് പടവ് കെട്ടി തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴും ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന എമൗണ്ടിൽ നിന്ന് തന്നെ എടുത്ത് തിരിച്ച് EMI അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഈ രീതിയിൽ പ്ലാൻ ചെയ്യാൻ ഞാൻ പറയാറുണ്ട്. നമ്മുടെ മാക്സിമം ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ അഡ്വൈസ് ചെയ്യാറ്. ലോണിനെ കുറിച്ച് പറയുമ്പോൾ കോളോയ്ക്ക് എന്തെങ്കിലും അവിടെ വാല്യൂ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇല്ല? ഹോം ലോൺ ഡിസിഷൻ എന്തായാലും ഒരു റേറ്റ് കട്ട് ബേസ് ആയിട്ടുള്ള ഒരു ഡിസിഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് ലൈക്ക് എ ലോങ് ടേം. അതായത് അതൊരു 10+ yearsലേക്ക് യു ആർ ഗോയിങ് ടു ഡിസൈഡ്. അപ്പോൾ ഒരു RBIൻ്റെ ഷോർട്ട് ടേം സ്ട്രാറ്റജി ഇതിൽ ഒരു ഡിസൈഡർ ആവേണ്ട ആവശ്യമില്ല. പക്ഷേ ലോങ് ടേം എന്താണ് പ്രോസ്പെക്ട്സ്, എങ്ങോട്ടാണ് എന്താ പറയുക, ക്യാപിറ്റലിൻ്റെ എത്ര ക്യാപിറ്റൽ വേണം, എത്ര ക്യാപിറ്റൽ നമുക്ക് ഇൻകമായിട്ട് ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ആ ഒരു ട്രജക്ടറിന്ന് വേണം ഈ പറഞ്ഞ ഡിസിഷൻ എടുക്കാൻ. ഒരു ഷോർട്ട് ടേം റേറ്റ് ചേഞ്ച് ഇതിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇതിൽ സിമ്പിളായിട്ട് ഞാൻ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, 5 വർഷം മുമ്പേ ഒരു ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ പർച്ചേസ് ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 45-50%. ഓക്കെ, അപ്പോൾ ലോൺ എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലുള്ള ഒരാളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ലാസ്റ്റ് മിനിറ്റിലേക്ക് എമൗണ്ട് പമ്പ് ചെയ്ത് വീട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 3 years ഒക്കെ കഴിയുമ്പോഴേക്കും ഈ EMI അടയ്ക്കുക എന്ന് പറയുന്നത് അവർക്കൊരു ബേർഡൻ അല്ലാതെയായി മാറും. ഓക്കെ, ആദ്യത്തെ 3 വർഷമൊക്കെ അങ്ങ് അടയ്ക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ വീടും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഒറ്റയടിക്ക് നമുക്കൊരു 20 ലക്ഷം രൂപ എടുക്കാനില്ല. അപ്പോൾ അതിന് ബാങ്ക് ഹെൽപ്പ് ചെയ്തു. ആ ബാങ്കിന് നമ്മൾ തിരിച്ച് അതിനൊരു എന്താ പറയുക, അതിനൊരു ഫീ കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങ് പൊക്കോളും. ലോങ് ടേം ആകുമ്പോഴേക്കും പിന്നീട് നമുക്കിതൊരു ബേർഡനായിട്ട് വരാൻ എപ്പോഴും സാധ്യത. പക്ഷേ ഈ ഡിപ്രിസിയേഷൻ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ
ഒരു 5 വർഷം മുമ്പ് ഒരു 5000 രൂപയ്ക്ക് നമ്മളൊരു സാധനം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 20 തവണ ആലോചിച്ചെങ്കിൽ ഇന്ന് നമ്മളൊരു 2 തവണയ്ക്ക് ആലോചിക്കുള്ളൂ. കാരണം 5000 രൂപ എന്ന് പറയുന്നത് കുറച്ചും കൂടെ അഫോർഡബിളായി. മറ്റേത് 5000 രൂപ കുറച്ച് വലിയ എമൗണ്ട് ആയിരുന്നു. സിമിലർലി നമ്മുടെ ആ EMI എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഒരു നമ്മൾ പ്രോപ്പറായിട്ട്, അതായത് വേറെ അൺഫോർസീൻസ് ഒന്നും നമ്മുടെ ലൈഫിനെ ഹിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊരു ഈസി ബിസിനസ്സായി മാറും. അതും ഒരു ഹ്യൂജ് എമൗണ്ട് വെക്കരുതെന്ന് ഞാൻ പറയാറുണ്ട്. അത് ഞാൻ പറഞ്ഞത്, ഈ നല്ലൊരു എമൗണ്ട് അവർ സ്പെൻഡ് ആയല്ലോ, നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൻ്റെ ഒരു 50% അപ്പോൾ ലോങ് കണ്ടാൽ മതി. നമ്മൾ എൻ്റയർ എമൗണ്ട് ഇതിൽ പോകുമ്പോഴേക്കാണ് ആ പറയുന്ന പ്രയാസമുള്ളത്. ഷുവർ. വളരെ ക്ലിയർ ആണ് ആക്ച്വലി 3 പേരുടെയും പോയിന്റ് ഓഫ് വ്യൂസ്. നമുക്കൊരു എക്കണോമിക് പെർസ്പെക്റ്റീവിലുള്ള ഒരു അനാലിസിസ്, മൈക്രോ ലെവൽ, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം, പ്രത്യേകിച്ച് കോളോ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഞാൻ പലരുടെ അടുത്തും പറയുന്നത്, ഞാൻ മാർക്കറ്റ് പ്ലേസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല, ചന്ത എന്നേ ഞാൻ പറയാറുള്ളൂ മലയാളത്തിൽ, ആൾക്കാർക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിലും ആഡ് ചെയ്യുന്ന വാല്യൂ, അതുപോലെ തന്നെ സാറിൻ്റെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇത്രയും വർഷത്തെ, അപ്പം അതിൽ നിന്ന് ഇതിൽ നിന്നുള്ള ടേക്ക് അവേസ് വളരെ ക്ലിയർ ആണ്. ഇപ്പോഴും നമുക്ക് മെയിനായിട്ട് വന്നിരിക്കുന്നത് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന്. നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ പോയിൻറ്റ്സ് ആണ്, പക്ഷേ ഞാനത് ഒന്നുകൂടെയും ആവർത്തിക്കുവാണ്. ഒരിക്കൽ കൂടി ആർക്കെങ്കിലും അത് എടുക്കാവുന്നതാണ്, അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹൗ വിൽ യൂണിയൻ ബഡ്ജറ്റ് അഫക്ട് അസ് ഹു ആർ അണ്ടർടേക്കിംഗ് ബാങ്ക് ലോൺസ് ഫോർ കൺസ്ട്രക്ടിങ് ന്യൂ ഹൗസ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഐ തിങ്ക് സാറായിരിക്കും അതിൻ്റെ കറക്റ്റ് ആൾ അതിനെക്കുറിച്ച് പറയാൻ. അത് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ആദ്യത്തെ കാര്യം ഹൗ വിൽ അഫക്റ്റ് എന്ന് പറയുന്നത്, ഹൗ വിൽ ഇറ്റ് അഫക്റ്റ് എന്ന് പറയുന്നത് അടുത്ത MPC പോളിസിയും കൂടെ കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഫുൾ ഒരു ഓവർവ്യൂ കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല, രണ്ട് കാര്യങ്ങളുണ്ട് ആക്ച്വലി. ഇപ്പം നമുക്കൊരു ഇൻകം ടാക്സ് ബില്ല് വരുന്നുണ്ട് അടുത്ത ആഴ്ച. നമ്മളിപ്പോൾ 12 lakhs വരെ ലിമിറ്റ് കിട്ടി എന്നുള്ളത് പറഞ്ഞു. പക്ഷേ അതിൻ്റെ കൂടാതെ വേറെ എന്തെങ്കിലും അഡീഷണൽ ചേഞ്ചസ് ഉണ്ടോ ഇല്ലോ എന്നൊക്കെ അതും കൂടെ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ MPC, ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം കൂടി. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്ന രീതിയിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കാര്യം ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്റിലെ ബഡ്ജറ്റും അതിൻ്റെ ഫോക്കസും എല്ലാം ഒരു കൺസ്യൂമർ സ്പെൻഡിങ്ങിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത്. സ്പെൻഡിങ്ങിനെ ബൂസ്റ്റ് ചെയ്യാൻ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുകയും ഈസ് ഓഫ് ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഹോം ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്ന് എൻ്റെ വിശ്വാസം. പക്ഷേ 7ാം തീയതി MPC കിട്ടുവാണെങ്കിൽ അത് കാര്യം ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഹോം ലോണിൻ്റെ റേറ്റ് കുറച്ച് ഹയർ റേറ്റിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഒരു നേരത്തെയുള്ള റേറ്റൊക്കെ നോക്കുവാണെങ്കിൽ 7, 6.5 അങ്ങനത്തെ റേറ്റിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം നിൽക്കുന്നത് എത്ര 8.5 to 9 ആ റേറ്റിലാണ് നിൽക്കുന്നത്. അപ്പം EMI അതിനനുസരിച്ച് കൂടുതലാണ്. അപ്പം ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒരു പാൻഡമിക്കോ അങ്ങനെ ഒന്നും വരുന്നില്ലെങ്കിൽ റേറ്റ് ഡിക്രീസ് ആണ് ഈ വർഷം മൊത്തം നമ്മൾ ഉദ്ദേശിക്കുന്നത്. 25 ഒരു 1% ഹോം ലോൺ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആയിരിക്കും EMI. അപ്പം ഇനി അങ്ങോട്ടുള്ള പാത EMI റിഡക്ഷൻ്റെ പാതയാണ്. അപ്പം അത് വേണമെങ്കിൽ അങ്ങനെ നോക്കാം. ഇനിയുള്ള പാത നമുക്ക് ഹോം ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തൊരു ചോദ്യം എന്നുള്ളത്, എനിക്ക് തോന്നുന്നു സാറിന് എടുക്കാം, റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് അത് ഇൻക്രീസ് ചെയ്യോ കുറയോ എന്നുള്ളതാണ് ചോദ്യം. ജനറൽ ട്രെൻഡ് വെച്ചിട്ട് ഇതേ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഈ ഒരു സെഷൻ ബിസിനസ്സുകാരും കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവരെങ്ങനെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് നോക്കുന്നെങ്കിൽ കുറയാൻ സാധ്യതയില്ല. ഓക്കെ, പക്ഷേ അതിനകത്തൊരു ഒത്തിരി ഈ പറയുന്ന അഡ്വാൻറ്റേജ് എടുത്തിട്ട് ഒത്തിരി വെണ്ടേഴ്സ് അതിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എപ്പോഴും ഒരു കോമ്പറ്റീഷൻ അതിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയാനുള്ള ചാൻസസും ഉണ്ട്. കുറയാൻ ഇൻ ദ സെൻസ് പ്രോഫിറ്റ് കുറച്ചാൽ മതി, അപ്പോഴേ എൻഡ് യൂസർക്കുള്ള കോസ്റ്റ് കുറയുമല്ലോ. ഷുവർ. അപ്പോൾ ആക്ച്വലി 2 Q&A തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെഷൻ ആക്ച്വലി വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. നമ്മൾ എല്ലാ പോയിന്റ്സിലൂടെയും പോയി. ബഡ്ജറ്റിൻ്റെ ഓവറോൾ ഡ്യൂട്ടി ടച്ച് ചെയ്തു, നമ്മൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ആയിട്ടുള്ള ടാക്സിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിച്ചു, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്, അതുപോലെ തന്നെ ഹോം ലോൺ, സസ്റ്റൈനബിലിറ്റി, ഈ പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചും പിന്നെ മെറ്റീരിയൽസിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു. എനിക്ക് നിങ്ങളുടെ 3 പേരുടെയും ക്ലോസിംഗ് റിമാർക്സ് അറിയണം ഓവറോൾ ഈ സെഷൻ്റെ വെളിച്ചത്തിൽ. കാര്യം നിങ്ങൾ 3 പേരും പറഞ്ഞ പോയിന്റ്സ് ഉൾക്കൊണ്ടുകൊണ്ട് ഓരോരുത്തർക്കും ജസ്റ്റ് ക്ലോസിംഗ് റിമാർക്സ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ബാലൻസ്ഡ് ബഡ്ജറ്റാണ്. ഫോക്കസ് ചെയ്യുന്നത് കൺസ്യൂമർ സ്പെൻഡിങ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു ബഡ്ജറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിലും പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെ ഇരിക്കുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് ഫൈനലി തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ എങ്ങനെ ആകും എന്നുള്ളത്. അപ്പം ഗവൺമെൻറ് അതിൻ്റെ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്, ബാക്കി ബിസിനസ് അവരവരുടെ സ്റ്റെപ്പ് ചെയ്യുക. ഹോം ലോൺ അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ല ഫീൽഡാണ് തുറന്നിരിക്കുന്നത്. അപ്പം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഷുവർ. ഞാൻ ബഡ്ജറ്റിൻ്റെ പെർസ്പെക്റ്റീവ് അല്ല, നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ
എല്ലാവരുടെയും ഒരു സ്പെൻഡിങ് കപ്പാസിറ്റി എന്തായാലും കൂടാൻ പോവുകയാണ്. അങ്ങനെ കൂടുന്ന സമയത്ത് ആ സ്പെൻഡ് ആവുന്ന സാധനം വൈസായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വീട് എന്ന് പറയുന്ന കാര്യം പറയുമ്പോഴേക്കും നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് അതിനെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എപ്പോഴും ഒത്തിരി അധികം ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് വെച്ച് വരുന്ന ആളുകൾ പലപ്പോഴും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്താത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മുടെ ഗ്രൗണ്ട്സിൽ അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ വേണമെങ്കിൽ പറയാം. ലോ ബഡ്ജറ്റ് എന്നല്ല, നമ്മുടെ ഉള്ള ബഡ്ജറ്റ് അതിന് 10 ലക്ഷം ആയാലും ശരി, 50 ലക്ഷമോ ഒരു 1 CR അതിൻ്റെ മുകളിലോ എത്രയായാലും അതിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു വെണ്ടറെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഡിസൈനിങ് ടീമിനെയോ അപ്രോച്ച് ചെയ്തിട്ട് ആ സാധനങ്ങൾ ചെയ്യാൻ എല്ലാവരും ട്രൈ ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം ഈ സ്പെൻഡിങ് കൂടുതലുള്ളതുകൊണ്ട് കണ്ണി കണ്ട സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ഒരു ടെൻഡൻസിയും കൂടെ വരും. അപ്പോൾ അത് വൈസായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു അഡ്വൈസൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ വർക്ക് ചെയ്യായിരിക്കും നന്നാവുക. ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. ഇൻകം ടാക്സ് കുറച്ചു, പക്ഷേ ഗവൺമെന്റിന്റെ എസ്റ്റിമേറ്റ് പ്രകാരം 2 lakhs അഡീഷണൽ ഇൻകം വരുന്നുണ്ട്. അത് എവിടെ നിന്നാന്നുള്ളത് നമ്മളൊന്ന് കൂടുതൽ അനലൈസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എവിടെ എങ്ങനെ വരുന്നു എന്ന് അറിയത്തില്ല. ഈ കസ്റ്റമറിൻ്റെ കൺസ്ട്രക്ഷൻ ജേർണിയിൽ ഇപ്പോൾ ഡിജിറ്റൽ എന്ന് പറയുന്ന ഒരു തീമിൽ ഡിജിറ്റൽ എന്ന് പറയുന്ന ഒരു ടൂള് കൊണ്ട് എങ്ങനെയൊക്കെ കസ്റ്റമറിനെ സഹായിക്കാം എന്നുള്ള അത് കോലോൻ്റെ ഒരു സെൻട്രൽ ഒബ്ജക്റ്റീവാണ്. അതായത് ഹോം ലോൺസിലാണെങ്കിലും എങ്ങനെ ഇന്ന് നമുക്ക് ഹോം ലോണിലൊരു ഓഫറിംഗ് ഇല്ല, പക്ഷേ ഒരു സജഷൻ പറയുവാണെങ്കിൽ കസ്റ്റമറിന് ഐഡിയലി ഇപ്പോൾ ഒരു 10-15 ബാങ്ക്സ് ഉണ്ടെങ്കിൽ ആ ബാങ്ക്സിൻ്റെ എല്ലാ ബാങ്ക്സിൻ്റെയും കസ്റ്റമറിന് അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻസ് അത് കമ്പയർ ചെയ്ത് അവർക്കൊരു നല്ല ഹോം ലോൺ ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും കസ്റ്റമേഴ്സിന്, അത് റിസോൾവ് ചെയ്തുകൊണ്ട് നല്ലൊരു ഹോം ലോൺ ചൂസ് ചെയ്യാൻ അവരെ സഹായിക്കുക. അതേപോലെ കസ്റ്റമറിന് വരുന്ന ഡിഫറെൻറ്റ് ഡിസിഷൻസ്, മെറ്റീരിയൽ ഡിസിഷൻ ആയിക്കോട്ടെ, പ്രൊഫഷണൽ ഡിസിഷൻ ആയിക്കോട്ടെ, അപ്പോൾ ഇതൊക്കെ ഒരു ടെക്നോളജി ലെവറേജ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉപയോഗം വെച്ചുകൊണ്ട് എത്രയും നന്നായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം, എത്രയും നന്നായിട്ട് എങ്ങനെ കസ്റ്റമറിനൊരു നല്ല തീരുമാനം എത്തിക്കാമെന്നുള്ള ഒരു ഒബ്ജക്റ്റീവാണ് കോലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മളെല്ലാവരുടെയും ഇൻപുട്സും ഐഡിയാസും നമ്മളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻവൈറ്റ് ചെയ്യുന്നു. അതാണ് എൻ്റെ ക്ലോസിംഗ് റിമാർക്ക്. ഷുവർ. സോ വളരെ ക്ലിയർ ആണ്. ടെക്നോളജി, ഡിജിറ്റൽ, അതുപോലെ തന്നെ ബഡ്ജറ്റിലുള്ള എന്താ പറയുക, ഇൻകത്തിലുള്ള ഡയറക്റ്റ് ഇമ്പാക്റ്റ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ വന്നതിനും അതുപോലെ നമ്മുടെ പ്രേക്ഷകരോടും എനിക്ക് നന്ദി പറയേണ്ടതുണ്ട്. നമ്മളിവിടെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഡിസ്കഷനായിരുന്നു. ബഡ്ജറ്റിൻ്റെ എല്ലാ ആസ്പെക്ട്സും ടച്ച് ചെയ്തു. എനിക്കിപ്പം ആദ്യം നന്ദി പറയാനുള്ളത് നിങ്ങൾ ഗസ്റ്റ് സ്പീക്കേഴ്സ് രണ്ടുപേരോടുമാണ്. അതായത് സാറ് പ്രത്യേകിച്ച് ദൂരെ നിന്ന് മലപ്പുറത്ത് നിന്ന് ആ സൈഡിൽ നിന്ന് വന്ന് വണ്ടി ഓടിച്ച് ഇത്രയും ദൂരം നമുക്ക് വേണ്ടി ഇവിടെ ചിലവഴിക്കാൻ വേണ്ടി എത്തി. സാറും ജോലിയുടെ ഇടയ്ക്ക് സമയം കണ്ടെത്തിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ബഡ്ജറ്റിൻ്റെ ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു തന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഒരു ഇൻഡസ്ട്രി പെർസ്പെക്റ്റീവ് നിന്ന് ഒരു ഇൻഡസ്ട്രിയിലെ സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നതിനും ഞാൻ നിങ്ങൾ രണ്ടുപേരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ കോളോയുടെ ഫൗണ്ടർ അദ്ദേഹം കോളോ പെർസ്പെക്റ്റീവിൽ നിന്ന് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്, ബഡ്ജറ്റിനെ എങ്ങനെ വിലയിരുത്തണം എന്ന് നമ്മളോട് പങ്കുവച്ചതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം നിന്ന ഹോം ഓണേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ടെക്നിക്കൽ ടീമിനും അതുപോലെ തന്നെ കോളോയുടെ ടീം ഈ പരിപാടി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഇത്രയധികം ഓടി നടന്ന നമ്മുടെ കോളോയുടെ ടീമിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ്. താങ്ക് യു എവരിവൺ. താങ്ക് യു.